ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മൈഗ്രെയിൻ അപകടകരമാണോ? ഉത്തരം നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കാം. ഗർഭാവസ്ഥയിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കുറയുന്നത് കൊണ്ട് ആദ്യ 3 മാസങ്ങൾക്ക് ശേഷം മിക്കവരിലും മൈഗ്രെയിൻ കുറയാറുണ്ട്. ചിലരിൽ ഇത് തുടരാം, അല്ലെങ്കിൽ ആദ്യമായി മൈഗ്രെയിൻ അറ്റാക്ക് വരാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വയം ചികിത്സ അരുത്. നമ്മൾ സാധാരണ കഴിക്കാറുള്ള പല വേദന സംഹാരികളും ഗർഭാവസ്ഥയിൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം നിർബന്ധമായി തേടണം. അതുപോലെ ഗർഭകാലത്ത് ആദ്യമായി ഉണ്ടാകുന്ന കടുത്ത തലവേദനയ്ക്കൊപ്പം മങ്ങൽ, ശരീരത്തിൽ വീക്കം, ഉയർന്ന രക്തസമ്മർദ്ദം, പനി അല്ലെങ്കിൽ തളർച്ച എന്നിവയുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടണം. ഇത് വെറുമൊരു മൈഗ്രെയിൻ ആകണമെന്നില്ല, മറ്റു ഗുരുതരമായ ലക്ഷണങ്ങളാകാം. ധാരാളം വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം ഉറപ്പാക്കുക, തലവേദന കൂട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്നിവ വഴി ഒരു പരിധി വരെ മൈഗ്രെയിൻ തടയാം. ഗർഭകാലത്ത് വേദന സഹിച്ച് കഴിയേണ്ടതില്ല. ഒരു ഡോക്ടറുടെ ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ സുരക്ഷിതമായി മൈഗ്രെയിൻ നിയന്ത്രിക്കാം. ഇതുപോലുള്ള കൂടുതൽ സയന്റിഫിക് ആയ ഹെൽത്ത് ടിപ്പുകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യും.